ആദിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തകൃഷ്ണന്റെ സ്ഥാപനത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന നടക്കുകയാണ്. എറണാകുളം കടവന്ത്രയിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് ഇപ്പോൾ പരിശോധന. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, എപ്പോഴാണ് പരിശോധന തുടങ്ങിയത്? ഇപ്പോഴും പരിശോധന നടക്കുകയാണോ? കൂടുതൽ വിവരങ്ങൾ. വിഷ്ണു സുരേഷ്, ഇപ്പോൾ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പരിശോധനയ്ക്ക് എത്തിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. കടവന്ത്രയിലെ സ്ഥാപനത്തിൽ പ്രതി അനന്തകൃഷ്ണന്റെ കടവന്ത്രയിലെ സ്ഥാപനത്തിലാണ് ഇപ്പോൾ പരിശോധന. ആ സ്ഥാപനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ പരിശോധന തുടരുകയാണ്. എപ്പോഴാണ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയത്? കൂടുതൽ വിവരങ്ങൾ. ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്ത ശേഷം ആദ്യമായാണ് ഒരു പരിശോധന ഈ അനന്തകൃഷ്ണന്റെ ഓഫീസിൽ നടത്തുന്നത്. കടവന്ത്രയിലുള്ള സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന ഓഫീസിലാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടോമി സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നത്. നേരത്തെ മൂവാറ്റുപുഴ പോലീസും ഇവിടെ പരിശോധന നടത്തിയിരുന്നു. അതായത് ഈ ഓഫീസിൽ ചില രേഖകളുണ്ട് എന്നൊരു അനുമാനത്തിലാണ് ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 11 എഫ്ഐആറുകൾ കേന്ദ്രീകരിച്ചാണ് പ്രാഥമികമായ അന്വേഷണം നടത്തുക. 11 എഫ്ഐആറുകൾ എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ, അതായത് ഈ കൂടുതൽ പൈസകൾ സമാഹരിച്ചിട്ടുള്ള തട്ടിയെടുത്തിട്ടുള്ള എഫ്ഐആറുകൾ, രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഫ്ഐആറുകൾ, ആ എഫ്ഐആറുകൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനം വഴി നിരവധി പേരെ സഹായം വാഗ്ദാനം ചെയ്ത് അവർ ഈ പണം ഇങ്ങോട്ടേക്കും എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ വിലയിരുത്തൽ. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സോഷ്യൽ ബി വെഞ്ചേഴ്സിൽ ഇപ്പോൾ പരിശോധന നടത്തുന്ന ഏകദേശം 5-ലധികം വരുന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന. കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിന് കേസ് വിട്ടു നൽകിയ ശേഷം അവർ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ആദ്യം അന്വേഷണം നടത്താം, റെയ്ഡ് പരിശോധനകൾ നടത്താം. അവിടെ നിന്ന് ചില രേഖകളൊക്കെ ശേഖരിക്കേണ്ടതുണ്ട്. ആ രേഖകളൊക്കെ ശേഖരിച്ച ശേഷം അനന്തകൃഷ്ണനെ ഓരോ കേസുകളിലും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാം എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അതിന്റെ ആദ്യപടിയായി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ ആദ്യപടിയായി അനന്തകൃഷ്ണന്റെ കടവന്ത്രയിലുള്ള സോഷ്യൽ വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിൽ പരിശോധന നടക്കുകയാണ്. സ്മിത. വിഷ്ണു സുരേഷാണ് കടവന്ത്രയിൽ നിന്ന് ഈ പരിശോധനയുടെ വിവരങ്ങൾ കൂടുതൽ നൽകിയത്. ഇതാദ്യമായാണ് ഇങ്ങനെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം ഈ വിഷയത്തിൽ ആദ്യമായാണ് പരിശോധന നടക്കുന്നത്. കടവന്ത്രയിലെ ഓഫീസിൽ പ്രതി അനന്തകൃഷ്ണന്റെ കടവന്ത്രയിലെ ഓഫീസിലാണ് ഇപ്പോൾ പരിശോധന.